പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഈ 3 വിഷയങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ചോദ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണ്? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണ്? ഉത്തരം ഫേനമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഉത്തരം ഗോൾജി കോംപ്ലക്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജന്തുകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗം. ജന്തുകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗം ഏതാണ്? ഉത്തരം സെൻട്രോസോമാണ്. അടുത്ത ചോദ്യം, കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരാണ്? കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റേച്ചൽ കാഴ്സൺ നിശബ്ദ വസന്തം എന്ന പുസ്തകം ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? റേച്ചൽ കാഴ്സൺ നിശബ്ദ വസന്തം എന്ന പുസ്തകം ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരമായിട്ട് വരുന്നത് 1962. 1962 റേച്ചൽ കാഴ്സൺ നിശബ്ദ വസന്തം എന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പറ്റിയുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പറ്റിയിട്ടുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇക്കോളജി. ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് ഇക്കോളജി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ്? ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിന്റെ ഒരു സവിശേഷതയാണ് ഉച്ചത. അതിന്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഡെസിബൽ ആണ്. അടുത്ത ചോദ്യം, ഒച്ചിന്റെ ആകൃതിയുള്ള ആന്തരകർണത്തിന്റെ ഭാഗമായിട്ടുള്ള കോക്ലിയയുടെ ഏകദേശ നീളം എത്രയാണ്? ആന്തരകർണത്തിന്റെ ഭാഗമാണ് കോക്ലിയ. ഒച്ചിന്റെ ആകൃതിയാണ് കോക്ലിയക്കുള്ളത്. ഇതിന്റെ ഏകദേശ നീളം എത്രയാണ്? ഉത്തരം 3 സെന്റിമീറ്റർ ആണ് കോക്ലിയയുടെ ഏകദേശ നീളം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഉത്തരം ഹെഡ്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻസിൽ വരുന്നത് കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, പാരാബോളിക് ദർപ്പണം. ഇതൊന്നുമല്ല. ഇതിൽ ഏതാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്? ഉത്തരമായിട്ട് വരുന്നത് കോൺകേവ് ദർപ്പണമാണ് നമ്മൾ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാണ്? ഉത്തരം ഫേനമാണ് ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെ സ്ഥിതി ചെയ്യുന്നു? അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഫ്രാൻസിലാണ് അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഘർഷണ ബലമാണ്. അടുത്ത ചോദ്യം, സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏത് വാതകമാണ്? സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏത് വാതകമാണ്? ഉത്തരം ഹൈഡ്രജൻ ആണ് സ്വയം കത്തുന്ന വാതകം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഘനജലത്തിൽ ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പാണ് അടങ്ങിയിരിക്കുന്നത്? ഘനജലത്തിൽ ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പാണ് അടങ്ങിയിരിക്കുന്നത്? ഹൈഡ്രജന് 3 ഐസോട്ടോപ്പാണുള്ളത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിലേതാണ് ഘനജലത്തിൽ അടങ്ങിയിരിക്കുന്നത്? ഉത്തരം ഡ്യൂട്ടീരിയം ആണ്. അടുത്ത ചോദ്യം, നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥ അവസ്ഥ ഏതാണ്? നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥ അവസ്ഥ ഏതാണ്? ഉത്തരം ഖരമാണ് നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥ അവസ്ഥ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം കിലോഗ്രാം ആണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം. അടുത്ത ചോദ്യം, ലാറ്റിൻ ഭാഷയിൽ കാലിയം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ലാറ്റിൻ ഭാഷയിൽ കാലിയം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്?
ഉത്തരം പൊട്ടാഷ്യമാണ് കാലിയം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ഉത്തരം ആംബിയർ ആണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്. 20 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 20 ചോദ്യങ്ങളും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റു ചോദ്യങ്ങളായിട്ട് കാണാം. അതുവരേക്കും ബൈ.